തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള ഒരു വിധിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാര്യം ഒരു പൊതുവികാരത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി വധശിക്ഷകളൊക്കെ ഇത്തരം കേസുകളിൽ പൊതുവെ കൊടുക്കാറുണ്ട്. പലപ്പോഴും അത് പൊതുസമൂഹത്തിന്റെ ഒരു എന്താണ് പബ്ലിക് കോൺഷ്യൻസിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി. പക്ഷെ അത് പിന്നീട് മേൽക്കോടതികളിൽ ചലഞ്ച് ചെയ്യപ്പെടുകയും ഈ ജീവപര്യന്തം പോലും കിട്ടാത്ത സാഹചര്യങ്ങളിലേക്ക് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് ഈ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഈ ഒരു വിധിയെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഓരോ വീടിന്റെ 4 ചുമരുകൾക്കിടയിലും നമ്മുടെ ചുറ്റുപാടുമുള്ള പല 4 ചുമരുകൾക്കിടയിലും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ, സ്ത്രീധന പീഡനങ്ങളൊക്കെ അതിവ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഏറ്റുമാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആ ഷൈനിയും കുടുംബവും ആത്മഹത്യയ്ക്ക് ശേഷം ചുരുങ്ങിയത് ഒരു 5 കോളുകളെങ്കിലും 5 കുടുംബങ്ങളിൽ നിന്നുള്ള കോളുകളെങ്കിലും എനിക്ക് വന്നിട്ടുണ്ട്. അതിക്രൂരമായി അനുഭവിച്ചതുപോലെ സമാനമായിട്ടുള്ള പീഡനങ്ങളുടെ ദൃശ്യങ്ങൾ പോലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെച്ച ഭക്ഷണം, കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം അത് കൊണ്ടുപോയി പിന്നെ ബാത്റൂമിൽ ഇടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പൂട്ടിയിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വൈദ്യുതി വിച്ഛേദിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഈ പറയുന്ന വീടുകളുടെ 4 ചുമരുകൾക്കുള്ളിൽ ഇത്തരം സ്ത്രീധനത്തിന്റെ പേരിലും മറ്റ് പല രീതിയിലും പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ തുഷാരയുടെ പർട്ടിക്കുലർ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഈ സ്ത്രീധനം 3 വർഷത്തിനുള്ളിൽ ബാക്കി 3 ലക്ഷം രൂപ തന്നു തീർക്കാമെന്ന് ഒരു എഗ്രിമെന്റ്, ഒരു റിട്ടേൺ രേഖയുണ്ടാക്കി എന്നാണ് പറയുന്നത്. സ്ത്രീധനം കൊടുക്കുന്നതോ വാങ്ങുന്നതോ ഒക്കെ കുറ്റകൃത്യമായിട്ടുള്ള നമ്മളെ നാട്ടിലാണ്. രേഖാമൂലം സ്ത്രീധനം കൊടുക്കാം എന്ന് ഏറ്റിട്ട ഒരു പെൺകുട്ടി ഈ പറഞ്ഞ സ്റ്റാർവിങ്ങിലൂടെ മരിക്കേണ്ടി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് അത് പോയിട്ടുള്ളത്. 27 വയസ്സുള്ള ആ പെൺകുട്ടിക്ക് 21 കിലോ ഭാരമാണ് ഉണ്ടായിരുന്നത് ഈ മരണസമയത്ത് എന്ന് പറയുമ്പം ഏത് തരത്തിലാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പറയുന്ന ഗ്വാണ്ടനാമോ ജയിലിലും അതുപോലെ തന്നെ ഹിറ്റ്ലറുടെ കാലത്തൊക്കെ ആയിരുന്നു ഇത്തരത്തിൽ പട്ടിണിക്കിട്ടിട്ടൊക്കെ ആളുകളെ കൊല്ലുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളത്. ഇങ്ങ് പ്രബുദ്ധ കേരളത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ അത്തരത്തിൽ ഒരു വീടിനുള്ളിൽ ഒരു സ്ത്രീയെ, ഒരു അമ്മയെ, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, അവരെ ഇത്തരത്തിൽ ഭക്ഷണം കൊടുക്കാതെ എല്ലും തോലുമായി സ്റ്റാർവിങ്ങിലൂടെ ഒരാൾ മരണത്തിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ എത്ര ഞെട്ടലോടെ അല്ലാതെയാണ് നമുക്ക് ഈ ഒരു ഇത്തരം വാർത്തകളോട് പ്രതികരിക്കാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ വിധിന്യായം അല്ലെങ്കിൽ ഈ ശിക്ഷ പുറപ്പെടുവിച്ചുകൊണ്ട് അഡീഷണൽ കോടതി പറഞ്ഞ മറ്റൊരു കാര്യം, അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ്, രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ സമാനതകളില്ലാത്ത ഒരു കേസാണെന്നുള്ള ഒരു ഒബ്സർവേഷനും കൂടെ കോടതി നടത്തുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് 21ാം നൂറ്റാണ്ടിൽ അതും 100% സാക്ഷരതയുള്ള പ്രബുദ്ധ കേരളത്തിലാണ് ഇത്തരത്തിലൊരു ഒരു പട്ടിണിക്കിട്ട് ഒരു സ്ത്രീയെ, ഒരു അമ്മയെ കൊന്നത്. അതും ഭർത്താവും മാതാവും പിന്നെ പ്രതിയാണെന്നും അത് കുറ്റക്കാരാണെന്നും ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇതിലേക്ക് വന്നപ്പോ അതെത്ര ഭീകരതയോടാണ് പൊതുസമൂഹം നോക്കിക്കാണേണ്ടത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിലെങ്കിലും ചിന്തിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഇത്തരം കേസുകളിൽ സ്വാഭാവികമായിട്ടും കോടതികൾക്ക് ഒരു വലിയ പരിമിതികൾ സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. കാരണം വിക്ടിം മരണപ്പെട്ടു പോയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും തെളിവുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്, സാഹചര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്, ഏതെങ്കിലും മറ്റു രോഗങ്ങളോടെയാണ് അങ്ങനെ മരിച്ചത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അപ്പം അത്തരത്തിൽ ഈ ഒരു എവിഡൻസുകളെ കൊറോബറേറ്റ് ചെയ്തുകൊണ്ട് അതൊരു ചെയിൻ ഓഫ് എവിഡൻസ് ആക്കിക്കൊണ്ട് ഈ കേസ് തെളിയിക്കുക, 302 304 ബി ഒക്കെ തെളിയിക്കുക എന്നുള്ളത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് എന്ന് തന്നെ നമ്മൾ വേണം പറയണം. ആ ഒരു ഹിമാലയൻ ടാസ്കിൽ ഈ നീതി മേടിച്ചു കൊടുക്കുന്നതിലേക്ക് പ്രോസിക്യൂഷൻ വലിയ എന്താണ് നല്ല രീതിയിൽ വലിയ ഹോംവർക്ക് ചെയ്തിട്ടാണ്, ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ശിക്ഷാവിധിയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് ഈ പ്രോസിക്യൂഷനെയും പ്രത്യേകം ഈ ഒരു ഘട്ടത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ വേണ്ടി വയ്യ. ഈ ഒരു കേസ് മുൻനിർത്തിക്കൊണ്ട് തന്നെ എന്തൊക്കെ ഈ പറയുന്ന സ്വന്തം വീട്ടുകാരോട് പോലും പറയാൻ പറ്റാത്ത തരത്തിലുള്ള എത്രയൊക്കെ പീഡനങ്ങൾ, എന്തൊക്കെ പീഡനങ്ങളാണ് ഈ സ്ത്രീധനത്തിന്റെ പേരിലും മറ്റും നമ്മുടെ ഈ വീടുകളിൽ ഇത്തരം സ്ത്രീകൾ, അമ്മമാരൊക്കെ അനുഭവിക്കുന്നത് എന്നുള്ളത് ഒരിക്കലെങ്കിലും ആ വീട്ടിലേക്ക് ചെന്ന് മക്കളെ കാണാനോ അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ തിരക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാവുന്നുണ്ടോ എന്ന് അറിയാനോ ഒക്കെയുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ, ഉത്തരവാദിത്വ ബോധം കൂടെ ഈ പറയുന്ന കെട്ടിച്ചു വിടുന്നതിനോടൊപ്പം അവരുടെ മക്കളോട്
അച്ഛനും അമ്മയും അല്ലെങ്കിൽ സഹോദരനും സഹോദരിമാരൊക്കെ കാണിക്കണം എന്നുള്ളതാണ് അതിലെ മറ്റൊരു പറഞ്ഞു വെക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുത എന്നുള്ളതാണ്. കാരണം ഈ സ്ത്രീയെ അവരുടെ അച്ഛനെയോ അമ്മയോ കാണാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, ആ 2 കുഞ്ഞുങ്ങളെ ഇതുവരെ അവർ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ കൊല്ലപ്പെട്ട അവരുടെ രക്ഷിതാക്കൾ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഏതോ ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ആശുപത്രിയിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് അവർ പോയി കാണുന്നതും ഈ ഒരു അതിദയനീയമായിട്ടുള്ള ഒരു ക്രൂര കൊലപാതകത്തിന്റെ ചുരുളായുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വിട്ടുകഴിഞ്ഞാൽ മറ്റെല്ലാ ഉത്തരവാദിത്വവും എല്ലാ ബാധ്യതകളും തീർന്നു. അത് പ്രത്യേകിച്ച് ഒരു കാറോ അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപയോ ഒക്കെ സ്ത്രീധനമായി കൊടുത്തു കഴിഞ്ഞാൽ തങ്ങളുടെ ബാധ്യത പൂർണ്ണമായും തീർന്നു എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കളും കൂടെ ഇതിലൊരു കൂട്ടുത്തരവാദിത്വമുണ്ട് എന്നുള്ളതും കൂടെ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പലപ്പോഴും എങ്ങനെ വിവാഹം ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ പോയി നിൽക്കും, നാട്ടുകാർ ചോദിക്കില്ലേ എന്റെ മകൾ തിരിച്ചു വീട്ടിൽ വന്ന് നിൽക്കുന്ന എന്തിനാണെന്നുള്ളത്. അപ്പം അത്തരം അപകർഷതാബോധത്തിലേക്കോ അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടോ സ്വന്തം മക്കളെ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഭർതൃഗൃഹങ്ങളിൽ നടക്കുന്ന പീഡനങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കരുത് എന്നുള്ള ഒരു അപേക്ഷ കൂടെ പെൺകുട്ടികളുള്ള അല്ലെങ്കിൽ വിവാഹം കഴിച്ചു നൽകുന്ന ഈ ഒരു സമൂഹത്തിലെ ഒരു എന്താണ് ഈ ഒരു ഇത്തരം ആളുകളോട് ഒരു റിക്വസ്റ്റ് ആയിട്ട് കൂടെ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ അത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.